ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അർദ്ധരാത്രിയിൽ പണിശാലയിൽ ഇഴഞ്ഞെത്തിയ പാമ്പിന്റെ ശരീരത്തിൽ എന്തോ തട്ടി. അപകടമാണെന്ന് ധരിച്ച പാമ്പ് ഒന്ന് പുളഞ്ഞു. അതോടെ പാമ്പിന്റെ ദേഹത്തേക്ക് ആ വസ്തു വീണു. വേദനയും ദേഷ്യവും കൊണ്ട് പാമ്പ് പത്തി വിടർത്തി. തന്നെ ഉപദ്രവിച്ച വസ്തുവിനെ അത് ആഞ്ഞുകൊത്തി. കൂടുതൽ വേദനിച്ചു എന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ദേഷ്യം കൂടി വന്ന പാമ്പ് പലതവണ ആ വസ്തുവിനെ കൊത്തി. എന്നിട്ടും പക തീരാതെ ചുറ്റിവരിഞ്ഞു. പിറ്റേന്ന് രാവിലെ പണിക്കാരെത്തിയപ്പോൾ കണ്ടത് പാമ്പ് അരിവാളി ചുറ്റിവരിഞ്ഞ് ദേഹം മുഴുവൻ മുറിവുകളുമായി ചത്തുകിടക്കുന്നതാണ്. തനിക്കൊന്ന് വേദനിച്ചപ്പോൾ പ്രതികരിച്ച രീതി ആ പാമ്പിന്റെ ജീവൻ തന്നെ നഷ്ടമാക്കി കളഞ്ഞു. നമ്മുടെ പ്രതികരണങ്ങൾ രണ്ട് തരത്തിലുണ്ട്: വികാരം കൊണ്ടും വിവേകം കൊണ്ടും. വികാരം കൊണ്ട് പ്രതികരിക്കുന്നവർ അവരുടെ പ്രതികരണങ്ങൾ എന്തിനാണെന്നോ എന്തിനോടാണെന്നോ ഒന്നും ചിന്തിക്കാറില്ല. പ്രതികരണത്തിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് പോലും അങ്ങനെയുള്ളവർക്ക് ബോധ്യമുണ്ടാകില്ല. ആ സമയത്തുണ്ടാകുന്ന അഹങ്കാരത്തെയും കോപത്തെയും ഒക്കെ ശമിപ്പിക്കുക എന്നതാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളുടെ ഉദ്ദേശം. എന്നാൽ വിവേകത്തോടെ പ്രതികരിക്കുന്നവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറുപടി നൽകുന്നവരാണ്. പലപ്പോഴും മൗനം പാലിക്കുക എന്നതിലൂടെ വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നു. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 15:1-2 വാക്യങ്ങളിൽ പറയുന്നു. പ്രതികരണങ്ങൾ മൃദുവായും പരിജ്ഞാനത്തോടെയും ആയിരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കോപമുള്ളപ്പോൾ പ്രതികരണം വരുത്, വിഡ്ഢികളുടെ മുൻപിൽ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ പഴമൊഴികൾ ജീവിതത്തിൽ പാഠമാകേണ്ടിയിരിക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് തുടങ്ങിയ മൊഴികൾ ഇന്ന് അർത്ഥശൂന്യമാണെന്നത് മറക്കരുത്. കിട്ടിയ വേദനകൾക്കെല്ലാം പ്രതിപകരമായി തത്തുല്യമായ വേദന സമ്മാനിക്കണമെന്ന് ചിന്തിച്ചാൽ കൂടുതൽ നാശത്തിലേക്ക് പോകുമെന്നതാണ് ഫലം. ഉപദ്രവിച്ചവരെ വേദനിപ്പിക്കാനായി അവരെ ചുറ്റിവരിഞ്ഞാൽ അവസാനം മുറിവ് പറ്റുന്നത് നമുക്ക് തന്നെയായിരിക്കും. നമ്മുടെ പ്രതികരണങ്ങൾ വിവേകം കൊണ്ടുള്ളതായിരിക്കട്ടെ. വികാരത്തെ വിവേകം കൊണ്ട് കീഴടക്കാം. വിവേകത്തോടെ പ്രവർത്തിച്ച് സ്നേഹിതരെ സമ്പാദിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മുൻപോട്ടു പോകുവാൻ നിൻ കൃപയൊന്നു മാത്രം മതിയെനിക്ക്. വീഴാതെ തളരാതെ മുൻപോട്ടു പോകുവാൻ നിൻ കൃപയൊന്നു മാത്രം മതിയെനിക്ക്. കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്താലത്രേ യേശുവിൻ മുഖം നോക്കി പോയിടുന്നു. കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്താലത്രേ യേശുവിൻ മുഖം നോക്കി പോയിടുന്നു. നിൻഹിതം പോലെന്നെ മെനഞ്ഞിടുവാൻ നിൻ കരമതിലെന്നെ നൽകിടുന്നു. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ നിൽക്കുവാൻ കൃപ നൽകുക. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ